നമുക്ക് കള്ളൊഴിക്കാതെ ഒരു കള്ളപ്പം ഉണ്ടാക്കി നോക്കിയാലോ. അരി കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നു. അരി കുതിർന്ന് വന്നിട്ടുണ്ട്. അരിക്കകത്തേക്ക് കുറച്ച് ജീരകവും കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് അരച്ചെടുക്കാം. ശരിക്കും അരച്ച് വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി വന്ന അരി അരയ്ക്കാൻ നേരത്ത് വീണ്ടും നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആദ്യം അരച്ചത് കുറച്ച് ഒഴിച്ചാൽ മതി. അതിനുശേഷം കുറച്ച് ചോറെടുത്ത് ആവശ്യത്തിന് ഈസ്റ്റ് ഇട്ട് ചോറും ഈസ്റ്റും കൂടെ നമുക്ക് അരച്ചെടുക്കാം. ചോറ് ഈസ്റ്റും അരച്ചത് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി തേങ്ങ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം. ഏതാണ്ട് ഈ പരുവത്തിൽ കിട്ടണം. നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. നമുക്കിതിനി പുളിപ്പിക്കാൻ വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മണിക്കൂറോളം പുളിപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇപ്പം എല്ലാം ശരിക്കും പുളിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ചുട്ടെടുക്കാം. ആദ്യ സൈഡ് വെന്തിട്ടുണ്ട്. നമുക്ക് മറിച്ചിടാം. ഇത് നല്ല സ്വാദിഷ്ടമായ നല്ല മയമുള്ള നല്ല കള്ളപ്പം നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കള്ളിൻ്റെ ആവശ്യം നമുക്കിതിനകത്തില്ല. കള്ളൊഴിച്ച കള്ളപ്പം പോലെ തന്നെ നല്ല രുചിയുള്ള കള്ളപ്പമായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.